നല്ല തനി നാടൻ രുചിയിൽ ആവി പറക്കുന്ന ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ചെറുതെങ്കിലും മനോഹരമായ ഒരു കട നിങ്ങളുടെ ഭാവനയിലുണ്ടോ? എങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇഡ്ഡലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ ആ ഇഡ്ഡലി യൂണിറ്റിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇഡ്ഡലി യൂണിറ്റ് തുടങ്ങി. അപ്പൊ ഇഡ്ഡലി മാത്രം പോരാ, ദോശയും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഒരു നല്ല കട നമുക്ക് തുടങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിച്ച് ദിവസവും തന്നെ ചോദിക്കുന്നുണ്ട്, ബാക്കി ദോശയുടെ റെസിപ്പിയും കൂടെ ഇടുവോ എന്ന് ചോദിച്ച്. അപ്പൊ 500 ഇഡ്ഡലി ഉണ്ടാക്കിയാലും നമുക്ക് ഒരുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇഡ്ഡലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാമെന്നായിരുന്നു അതിലിട്ടിരുന്നത്. അത് ആൾക്കാർക്കൊക്കെ ഒരുപാട് ഗുണകരമായി നാട്ടോ തോന്നുന്നു. അതുപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ല പേപ്പർ ദോശ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ഒരു പേപ്പർ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. നമ്മളെ വീട്ടിലാണേലും നമ്മൾ പുറത്ത് പോയാലും നമുക്ക് മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ദോശയൊക്കെയാണ്. ഉഴുന്ന് ചേർന്ന പലഹാരങ്ങളായതുകൊണ്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം. കാരണന്മാർക്കൊക്കെ ആണെങ്കിലും BP കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഉഴുന്നൊക്കെ ചെല്ലുമ്പോൾ സാധാരണ നോർമൽ BP ആയിരിക്കും. നല്ല തണുപ്പുള്ള ആഹാരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വയറിനും എല്ലാം നല്ല ആഹാരമാണ്. അപ്പൊ ഇഡ്ഡലിയും ദോശയും എല്ലാവരും നിത്യമായിട്ട് ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ചെറുതോണിയിലുള്ള സ്വദേശി തനി നാടൻ ഭക്ഷണശാലയിൽ രാവിലെ 8 മണിയൊക്കെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പേപ്പർ ദോശകളാട്ടോ നമ്മൾ വിൽക്കുന്നത്. ഇഡ്ഡലിയും ദോശയും അപ്പവും ഇടിയപ്പവും പുട്ടും അങ്ങനെയുള്ള സാധനങ്ങളാണ് വെക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചിലവാകുന്നത് നമുക്ക് ഇഡ്ഡലിയും ദോശയും തന്നെയാണ്. കഴിഞ്ഞ ഒരു 25 വർഷക്കാലം മുമ്പ് ഞങ്ങൾക്ക് ചെറിയൊരു കടയായിരുന്നു കേട്ടോ. ചെറിയ കടയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുന്ന ഒരു പെട്ടിക്കട. മറ്റേ സിപ്പപ്പ്, സംഭാരം, ജ്യൂസുകൾ, അങ്ങനെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ട് നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ട് വശത്തായിരുന്നു നമ്മുടെ കട. KCBയുടെ കീഴിലുള്ള ഒരു ചെറിയ കട. അവിടെ കുറേ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുറച്ച് വിറ്റ് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം എന്ന് വെച്ച് മിച്ചം പിടിക്കാനായിട്ട് നമുക്കൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് നമുക്ക് ചായയും അതിനോടനുബന്ധിച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കി വിറ്റാലോ എന്ന് ചുമ്മാ ഒരു അഭിപ്രായം പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കത് പറ്റുമോ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം ഞാനൊരു വിൽ പവറായിട്ട് പറഞ്ഞു, നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ദോശ ഇട്ട് തുടങ്ങിയത് 1 കിലോ അരിയും കൊണ്ടാണ്. അപ്പോൾ 1 കിലോ അരിയും കൊണ്ട് ഉദ്ദേശം എൻ്റെ മനസ്സിലുള്ള അരിയൊക്കെ വെച്ച് ചുട്ട് കടയിൽ കൊണ്ടുവച്ചു. ചായയും ഒക്കെ ഉണ്ടാക്കി. അന്നേരം എല്ലാവരും വന്ന് കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ചേച്ചിക്ക് ഭയങ്കര കൈപ്പുണ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നെ പൊക്കി പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഞാനത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് 1 കിലോ ആയി, 2 കിലോ ആയി, അങ്ങനെ കൂടി നമുക്ക് ഒത്തിരി നല്ല ചിലവുള്ള ഒരു ചെറുതാണെങ്കിലും മനോഹരമായ നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു നല്ല കടയാക്കി മാറ്റിയെടുക്കാനും എനിക്ക് സാധിച്ചു. നീണ്ട 10-15 വർഷങ്ങൾക്കാലം കൊണ്ട് നമുക്ക് പണിയെടുത്ത് കുറേയേറെ സമ്പാദ്യം ഉണ്ടാക്കി നമുക്കിപ്പോൾ ഒരു നല്ല കെട്ടിടവും നല്ലൊരു വീടും ഒക്കെ ഉള്ളൊരു സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറുതിൽ നിന്നും വലുതാകണം. വലുതിൽ നിന്നല്ല നമ്മൾ ചെറുതാവേണ്ടത്. ആദ്യം പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആകണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് ഒട്ടും സാമ്പത്തികമില്ലാത്തൊരു കുടുംബത്തിലെ ഒരു കുടുംബിനിയാണെങ്കിലും ചെറുതായിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിന്നൊരു ചെറിയ ദോശക്കട ഇടുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ദോശ ചുടുന്നതും അതെങ്ങനെയാണെന്നുള്ള ഫുള്ളായിട്ട് A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരാളെങ്കിലും സമൂഹത്തിൽ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നോർത്താണ് നമ്മൾ വീഡിയോസുകളിലെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ബിസിനസ് വീഡിയോസുകളാണ്. നിങ്ങൾ മുടങ്ങാതെ എല്ലാ വീഡിയോസുകളും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് 1 കിലോ അരിയും ഉഴുന്നും കൂടി അരച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് 1 കിലോ അരിയും അതിന് വേണ്ട ചേരുവകളും ചേർത്ത് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ബൾക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇൻറ്റു വിട്ട് അതിൻ്റെ കൂട്ടി എടുത്താൽ മതി. നമുക്കിപ്പോൾ തൽക്കാലം 1 കിലോ അരിയുടെ
കൊണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കിലോ നല്ലതുണ്ടോ നല്ല അയ്യാറെട്ടിൻ്റെ ഏറ്റവും ടോപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഉണങ്ങി കിട്ടണം. അപ്പോൾ നമ്മൾ അയ്യാറെട്ടിൻ്റെ വില കൂടിയ അരി തന്നെ നമുക്ക് വാങ്ങിക്കണം. 200 ഗ്രാം ഉഴുന്നാട്ടോ എടുത്തിട്ടുള്ളത്. മറ്റേ ഇഡലിക്കാകുമ്പോൾ നമ്മൾ 1 കിലോയ്ക്ക് 300 ഗ്രാം എടുക്കണം. ക്രിസ്പി ദോശയ്ക്കാകുമ്പോൾ നമ്മൾ 200 ഗ്രാം എടുത്താൽ മതി. പളപളന്നിരിക്കാതെ നല്ല ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്ന് എപ്പോഴും കുറച്ച് 200 ഗ്രാം കുറച്ച് ചേർത്താൽ മതി. ഒരു 2-3 കുഞ്ഞിച്ചിരി ഉലുവയും നമുക്ക് അരി കഴുകി വെള്ളത്തിലിടാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഉഴുന്ന അരിയും കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല, 2ആയിട്ട് ഇട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. ആദ്യം നന്നായിട്ട് ഉഴുന്ന് സെപ്പറേറ്റ് കഴുകി നല്ലോണം പതപ്പിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. അതുകൊണ്ട് നമുക്ക് 2ആയിട്ട് തന്നെ കഴുകി എടുത്ത് വയ്ക്കാം കേട്ടോ. അരി കഴുകിയെടുത്തു. നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. ഇനി ഉഴുന്ന് കഴുകിയെടുക്കാം. ഉഴുന്ന് 1-2 പ്രാവശ്യമൊക്കെ കഴുകിയാൽ മതി കേട്ടോ. അതിൻ്റെ പശപ്പ് പോകും. ഉഴുന്ന് ഓവറായിട്ട് കഴുകണ്ട. രണ്ട് 3 ഉലുവയും കൂടെ ഇട്ട് ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് നമുക്ക് കുതിരാൻ വയ്ക്കാം. അരിയും ഉഴുന്നും നമുക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമുക്ക് ഇതുണ്ട് ഒരു ചെറിയ ബൗളിന് ഇത്രയും മാത്രം ചോറ് അരയ്ക്കാൻ കൂട്ടണം കേട്ടോ. എന്നാലാണ് നല്ല പൊരിഞ്ഞ് നല്ല ദോശ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ അത്രയും ചോറ് കൂട്ടി കുറച്ച് അരി എടുത്തു, ഉഴുന്നും എടുത്തു, അരി എടുത്ത് നമുക്ക് ഇത്രയും പാകത്തിന് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ 1 കിലോ അരിയും 200 ഗ്രാം ഉഴുന്നും ലേശം ഉലുവയും 1 ബൗള് ചെറിയ ബൗള് 1 ബൗള് ചോറും കൂടെ അരച്ചതാണ്. നമുക്ക് ഇത്രയും അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 6 മണിക്കൂറോളം ശരിക്കിരുന്ന് പുളിച്ചതിന് ശേഷം വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ. നല്ല ഇതുണ്ടോ, നല്ല കൂട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നമുക്കിനി ഇത് ശരിക്കും ഇവിടെ ഇരുന്ന് പുളിക്കട്ടെ. നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. നമ്മളൊക്കെ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചത് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞു. ഇത് കണ്ടോ, നല്ലോണം പൊന്തി ഇരിപ്പുണ്ട്. നമുക്കത് ശരിക്ക് തവി കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. 1 കിലോ അരിയും 200 ഗ്രാം ഉഴുന്നുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. നല്ല സൂപ്പർ കൂട്ടാട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ കിട്ടും. ഉപ്പൊക്കെ നമ്മൾ ഇട്ടാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് പിന്നെ ചേർക്കേണ്ട കാര്യമില്ല. ഓണം ദോശക്കല്ല് ചൂടായതിന് ശേഷം ഒഴിക്കാവുള്ളൂ, എന്നാലും നല്ല മൊരിഞ്ഞ് നന്നായിട്ട് കിട്ടുള്ളൂ. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി. നമുക്കിനി ദോശ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര വലിയ തവിയിൽ ഒഴിക്കരുത് കേട്ടോ. ചെറിയ തവിക്കകത്ത് ഒഴിച്ചിട്ട് പരത്തുമ്പോഴാണ് നല്ലോണം നല്ല ദോശ കിട്ടുള്ളൂ. നല്ലോണം ചൂടായ കല്ലിലേക്ക് നന്നായിട്ട് പരത്തി എടുത്ത് കൊടുക്കണം. എന്നത് മുയല് ദോശ? ആയിക്കോട്ടെ. എന്നിട്ടോ അതെങ്ങനെ നമ്മൾ ചിന്നണേ? കുഞ്ഞതായിട്ട് കഴിക്കുമോ? കേമായിരിക്കും കുഞ്ഞു ദോശ. ഒരെണ്ണം ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ വിട്ടു പൊക്കോടെ. എൻ്റെ ശങ്കരിക്കുട്ടിയുടെ ലീലാവിലാസങ്ങളാട്ടോ. ശങ്കരിക്കുട്ടി ഒരു ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മുയൽ ദോശ അതാ പറയണം, മുയൽ ദോശ. ആനയാണോ മുയലാണോ എന്നൊക്കെ നമുക്ക് കാണാം. ഇതൊന്നും ചുട്ടിട്ട് വിട്ടു പോക്കണേ. ഇനി കണ്ടേക്കല്ലുണ്ടോ അവിടെ? ഇതുണ്ടോ ദോശ? നല്ല ഇവിടെ കൂടി നല്ല ഇതുണ്ടോ, ബ്രൗൺ കളർ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ മറിക്കാവുള്ളൂ. എന്നാലാണ് നല്ല രസത്തിന് കിട്ടുള്ളൂ.
ഇതുണ്ട്, നമ്മൾ മറിച്ചിട്ട് നല്ല ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ കേട്ടോ. ഇത് മടക്കി നമ്മളിങ്ങനെ ഇതുണ്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ മേലിൽ അടുക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 1 കിലോ മാവാണ് അരയ്ക്കാനിട്ടുള്ളൂ. അരച്ച അളവ് കാണിച്ചതേ ഉള്ളൂ. കുറച്ച് അളവിലുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ സ്വദേശി തനി നാടൻ ഭക്ഷണശാലയിൽ ഏറ്റവും അധികം വെക്കുന്ന അതും രാവിലെയും രാത്രിയിലും എല്ലാം കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്നതാട്ടോ ഈ ദോശ. നിങ്ങളതുകൊണ്ട് ദോശ ഒരിക്കലും തന്നെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ. അതുകൊണ്ട് ദോശക്കട എവിടെ ഇട്ടാലും നല്ലോണം വിജയിക്കും. അപ്പം താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു കട ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ഹോം ഡെലിവറിയോ അല്ലാതെ ഹോസ്റ്റലുകളിൽ വിൽപ്പനയോ ഇഷ്ടംപോലെ വിൽപ്പന സാധ്യതയുണ്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ ദോശ ഞാൻ തന്നെ തിന്ന് നോക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാം കേട്ടോ. അതായിരിക്കും കേട്ടോ ഇച്ചിരി കേമം. സാമ്പാർ ഒഴിച്ച് നോക്കാവേ. സാമ്പാറിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിയും കൂടെ ഒഴിച്ചാട്ടോ എല്ലാവരും കഴിക്കണത്. നമുക്ക് അങ്ങനെ തന്നെ കഴിച്ച് നോക്കാം. ഇത്തിരി കയറി തിന്ന് നോക്കട്ടെ കേട്ടോ, അടിപൊളി ടേസ്റ്റാണോ ഒന്ന്. സൂപ്പറായിരിക്കുന്നു. ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞ പിന്നെ ഒന്നും നോക്കാനില്ല, അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാമ്പാറും ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അടുത്ത വീഡിയോസിലിടാം. പിന്നെ ഒരു 500 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാലും വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി ആൾക്കാരിൽ എത്തിക്കാമെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, എല്ലാവരും പോയി കാണുക. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഒരു ഭർത്താവ് മാത്രം ജോലി ചെയ്യുന്ന വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യവും വീട്ടുകാരും ഒക്കെ നോക്കാൻ നമുക്ക് മൊത്തത്തിൽ തന്നെ ടോട്ടലി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ സ്ത്രീകളാണേലും ഭർത്താവിനെ സഹായിച്ചുകൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ഉറപ്പായിട്ടും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പൈസ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് വീട്ടിൽ സമാധാനവും സന്തോഷവും തുറന്നുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല ഒത്തിരി ഇഷ്ടം തോന്നും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടെങ്കിലും സ്ത്രീകൾ മുമ്പോട്ട് വരണം. എല്ലാ ജോലികളും സ്ത്രീകൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.